സുബ്ഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മളിവിടെ എത്തി. ജമാഅത്തിന് പോകുമ്പോൾ വാതിലങ്ങോട്ട് തുറക്കേണ്ട താമസം, തണുപ്പ് ഇങ്ങനെ അടിച്ചു കയറാൻ. ഞാൻ ആലോചിച്ചു പോയത് നരകലോകത്തിൽ അസഹ്യമായ തണുപ്പും അസഹ്യമായ ചൂടും ഉണ്ടാകുമെന്നാണ്. ചൂടും സഹിക്കാൻ പറ്റൂല, തണുപ്പും സഹിക്കാൻ പറ്റൂല. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തിൽ ഹാർട്ടിലേക്കൊക്കെ നെഞ്ചിലേക്കൊക്കെ തണുപ്പ് കുത്തിക്കയറുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് നരകത്തിലുള്ള തണുപ്പിന്റെ അവസ്ഥ. ആലോചിച്ച് നോക്കിയാണ്, ഒരു പുതപ്പിന്റെ ഒരു അംശം പോലും ഇല്ല, ഒരു നൂല് പോലും ഇല്ലാത്ത ആ വേള, ആ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. സംഗതി ആലോചിക്കുമ്പോ വലിയ പേടി തന്നെ, ബേജാറ് തന്നെയാണ്. എന്താ അല്ലാഹു അലം. പടച്ചോൻ രക്ഷപ്പെടുത്തിയാൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. പടച്ചോൻ രക്ഷപ്പെടുത്തി തരട്ടെ. പടച്ചോൻ ഇപ്പൊ നമ്മളെ രക്ഷപ്പെടുത്തിയാല് ഒരാളും റബ്ബിനോട് ചോദിക്കൂല ഓനെന്തിനാജ് രക്ഷപ്പെടുത്തിയെന്ന്, അല്ലേ? പടച്ചോൻ അങ്ങോട്ട് രക്ഷപ്പെടുത്തി കിട്ടിയാൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. കരുണക്കടലാ റബ്ബിന്റെ കരുണ കൊണ്ട്, ദയാലുവായ റബ്ബിന്റെ ദയ കൊണ്ട്, കൃപയുള്ള റബ്ബിന്റെ കൃപ കൊണ്ട്, മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട്, ഈ മജ്ലിസിന്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് കത്തിയാളുന്ന നരകത്തിൽ നിന്ന് മനുഷ്യന്മാരെ ശിക്ഷിക്കുന്ന നരകലോകത്തിൽ നിന്ന് കരുണക്കടലാ റബ്ബ് മോചനം നൽകി ഹബീബാ നബി തങ്ങളോടൊന്നിച്ച് അവ്വലീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം.